1972 ജൂൺ 8 വിയറ്റ്നാം യുദ്ധമുഖത്ത് നിന്ന് പകർത്തിയ ഒരു ചിത്രം പുലിറ്റ്സർ പ്രൈസിന് വരെ അർഹമായിരുന്നു. തെക്കേ വിയറ്റ്നാമിലുണ്ടായ നാപ്പാം ബോംബ് ആക്രമണ സമയത്ത് പകർത്തപ്പെട്ട ആ ചിത്രത്തിൽ ശരീരത്തിൽ വലിയ രീതിയിൽ പൊള്ളലേറ്റ ഒരു പെൺകുട്ടി പൂർണ്ണ നഗ്നയായി റോഡിലൂടെ പലായനം ചെയ്യുന്നത് കാണാം. പിന്നീട് ലോകം അവളെ നാപ്പാം പെൺകുട്ടി എന്ന് വിളിച്ചു. AP ഫോട്ടോഗ്രാഫറായ നിക് ഊട്ട് പകർത്തിയ ചിത്രമെന്നാണ് എല്ലാവരും അത് വിശ്വസിച്ചിരുന്നത്. ഇപ്പോഴിതാ ആ വിശ്വാസം തെറ്റാണെന്നാണ് ഒരു ഡോക്യുമെന്ററി അവകാശപ്പെടുന്നത്. US-ലെ യൂട്ടായിൽ സൺഡാൻസ് ഫിലിം ഫെസ്റ്റിവലിന് പ്രദർശിപ്പിച്ച ദ സ്ട്രിങ്ങർ എന്ന ഡോക്യുമെന്ററി അവകാശപ്പെടുന്നത് പുലിറ്റ്സർ നേടിയ ഈ ചിത്രം പകർത്തിയത് ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറായ നോയൻ ടാന്നെയാണെന്നാണ്. ദ സ്ട്രിങ്ങർ എന്ന ഈ ഡോക്യുമെന്ററി തയ്യാറാക്കിയത് ഗാരി നൈറ്റും സംഘവുമാണ്. പ്രദർശനത്തിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ ഫോട്ടോഗ്രാഫറായ നോയൻ ടാന്നെയും പങ്കെടുത്തു. ആ ചിത്രം തന്റേതാണെന്ന് അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ഇത്രയും വർഷം താൻ അത് വെളിപ്പെടുത്താതിരുന്നതെന്ന് അദ്ദേഹം ഇപ്പോഴും പറഞ്ഞിട്ടില്ല. എന്നാൽ AP ഇത് നിഷേധിക്കുകയാണ് ചെയ്തത്. 1972 ജൂൺ 8 താൻ കിംഫുക്കിന്റെ പ്രശസ്തമായ ഈ ചിത്രം പകർത്തിയതെന്ന് ടാന്നെ പറയുന്നു. അന്ന് താൻ ഒരു NBC ന്യൂസ് ക്രൂവിന്റെ ഡ്രൈവറായി ടാങ് ബാങ് പട്ടണത്തിൽ പോയതായിരുന്നു. അപ്പോഴാണ് കരഞ്ഞുകൊണ്ട് നഗ്നിയായി കൈകൾ നീട്ടി തെരുവിലൂടെ ഓടുന്ന ഫുക്കിന്റെ ചിത്രം പകർത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. ആ ചിത്രം പിന്നീട് താൻ APക്ക് $20 വിറ്റു. അവർ തനിക്ക് ചിത്രത്തിന്റെ പ്രിന്റ് നൽകിയത് തന്റെ ഭാര്യ നശിപ്പിച്ചു കളയുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ശക്തമായ ചിത്രങ്ങളിൽ ഒന്നായിരുന്നു അത്. ഈ ചിത്രം പകർത്തിയത് തങ്ങളുടെ ഫോട്ടോഗ്രാഫർ നിക് ഊട്ട് തന്നെയാണെന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് വാർത്താ ഏജൻസി. എന്നാൽ ഡോക്യുമെന്ററി തയ്യാറാക്കിയ സംഘം പറയുന്നത് 2 വർഷത്തെ അധ്വാനത്തിലൂടെയാണ് ഈ ചിത്രത്തിന് പിന്നിലെ സത്യം ഞങ്ങൾ കണ്ടെത്തിയതെന്നാണ്. വിയറ്റ്നാം യുദ്ധം നടക്കുന്ന സമയത്ത് AP ഫോട്ടോ എഡിറ്ററായിരുന്ന കോൾ റോബിൻസൺ എന്ന 81-കാരനാണ് പ്രധാനമായും ഡോക്യുമെന്ററി സംഘത്തോട് വിവരങ്ങൾ വെളിപ്പെടുത്തിയത്. അന്ന് ഫ്രീലാൻസറിൽ നിന്നും വില കൊടുത്തു വാങ്ങിയ ആ ഫോട്ടോ APയുടെ തന്നെ ഫോട്ടോഗ്രാഫറുടേതായി അവതരിപ്പിക്കാൻ നിർദ്ദേശമുണ്ടായിരുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ ഫ്രഞ്ച് ഫോറൻസിക് ടീം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലും ഫോട്ടോ നിക് ഊട്ട് എടുത്തതാകാൻ സാധ്യത കുറവാണെന്നാണ് പറഞ്ഞതെന്നും റോബിൻസൺ പറയുന്നു.